Himachal Pradesh Cricket Association welcomes you to the most scenic cricket stadium in the world. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ അംബാലയിൽ നിന്ന് ധർമ്മശാല വരെയുള്ള ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ 286 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ ധർമ്മശാല എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആയി ഞങ്ങൾ ധർമ്മശാല എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പോകുന്ന വഴിക്ക് ഒരു ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് വാർ മെമ്മോറിയൽ ഉണ്ട്. അപ്പോൾ നേരെ വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വാർ മെമ്മോറിയൽ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്കിനി വാർ മെമ്മോറിയലത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ ഇവിടെ താഴെ കാണുന്നതാണ് വാർ മെമ്മോറിയൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴോട്ട് പോവുക ചെയ്തത്. അപ്പോൾ താഴെ വാർ മെമ്മോറിയലിൻ്റെതായിട്ട് ഉള്ള നിറയെ പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട്. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ടാണ് തോന്നുന്നു 6 മണിയൊക്കെ ആകുമ്പോൾ അടക്കും വിൻ്ററിൽ. അപ്പോൾ അത് കാരണം കുറച്ച് തിരക്ക് കുറവുണ്ട്. എത്തി അച്ഛനും പിടി. തണുക്കുന്നുണ്ടോ? ജാക്കറ്റ് വേണോ? ധർമ്മശാല എത്തുമ്പോഴത്തേക്കും കുറച്ച് തണുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ഡിഗ്രിയാണ് ആ സമയത്ത് ടെമ്പറേച്ചർ കാണിച്ചത്. അപ്പോൾ എന്തായാലും ഇതാണ് വാർ മെമ്മോറിയലിൻ്റെ എൻട്രി ഗേറ്റ്. ഇപ്പോൾ 1947 മുതൽ 1971 വരെ ഉള്ള വിവിധ യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായവരുടെ ഒരു സ്മരണാഞ്ജലിയായിട്ടാണ് ഈ വാർ മെമ്മോറിയൽ ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യ നടത്തിയ UN പീസ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അപ്പം അതിലുമൊക്കെ രക്തസാക്ഷികളായവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർ മെമ്മോറിയലാണ് ഇത്. ഇപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇപ്പോൾ നോർമലി ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഒരു വാലിഡ് ഡിഫൻസ് ID ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ഫ്രീ ആണ്. ഇപ്പം നോർമലി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് എൻട്രി. ഇതിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഓപ്പറേഷൻസിലത്തെ വീര രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വാർ മെമ്മോറിയൽ എന്നുള്ളത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വൈകിട്ട് 6 മണി വരെ മാത്രമേ പിന്നെ വാർ മെമ്മോറിയൽ ഓപ്പൺ ആയിരിക്കുള്ളൂ. അപ്പം ഞങ്ങൾ അകത്ത് കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ 5 മണി ആയല്ലോ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ അവർ പറഞ്ഞു സാർ ഇതേമാതിരി 6 മണി വരെ തുറക്കുള്ളൂ, അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ തിരിച്ച് വരണം എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തട്ടായിട്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി തന്നെ വാർ മെമ്മോറിയൽ. ഇപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി താഴോട്ട് പോകണം. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും ലാസ്റ്റിലാണ് ഇതിലെ വാർ മെമ്മോറിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോണുമെൻ്റ് ഇരിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ഇടതുവശത്ത് ഇന്ത്യയുടെ ഒരു ഭൂപടം കല്ലും കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്. പിന്നെ 2 സൈഡിലുമായിട്ട് വിവിധ മൃഗങ്ങളുടെയും പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ തനത് കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് സ്കൾപ്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ താഴെ ഇറങ്ങി ഇനി ഇത്തിരി മുകളിലോട്ട് സ്റ്റെപ്സ് കയറി പോകുമ്പോഴാണ് നമുക്ക് വാർ മെമ്മോറിയലിൻ്റെ ആക്ച്വൽ ട്രിബ്യൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വാർ മെമ്മോറിയൽ സ്തൂപം കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാം. നമ്മളങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ മെയിൻ മോണുമെൻറ്റിൻ്റെ മുമ്പിലെത്തുന്നത്. ഇപ്പം ഈ മെയിൻ മോണുമെൻ്റ് എന്ന് പറയുന്നത് 24 അടി ഉയരമുള്ള 3 ബ്ലാക്ക് മാർബിൾ സ്റ്റോൺസ് ആണ്, കേർവ്ഡ് ഷേപ്പിലുള്ള. ആ 3 സ്റ്റോൺസ് ഉൾക്കൊള്ളുന്നതാണ് ഈ മോണുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണുമെൻറ്റിന് ഇപ്പോൾ 3 മാർബിൾ സ്റ്റോൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 3 മാർബിൾ സ്റ്റോൺസ് ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ നേവി. അപ്പോൾ ഈ കേർവ്ഡ് സ്റ്റോൺസിൻ്റെ 6 മുഖങ്ങളിൽ 5 മുഖങ്ങളിലായിട്ട് നേരത്തെ പറഞ്ഞ വിവിധ യുദ്ധങ്ങളിലും ഓപ്പറേഷൻസിലും ധീര രക്തസാക്ഷികളായ സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ടിരുന്ന് വായിക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഒരു മുഖത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന മ്യൂറൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യസേവനത്തിനിടയിൽ ധീരരക്തസാക്ഷിത്വം വഹിച്ച ഓരോ ധീരരക്തസാക്ഷികളെ ഓർമ്മിച്ചുകൊണ്ടല്ലാണ്ട് നമുക്ക് ഈ മോണുമെൻറ്റിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പേരുകൾ എഴുതി വെച്ചിട്ട്. അപ്പോൾ ഏതൊക്കെ യുദ്ധത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായതെന്നും ഏത് വർഷത്തിലാണെന്നുള്ളതൊക്കെ അതിനകത്ത് എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബ്ലാക്ക് മാർബിൾ സ്റ്റോൺസിൻ്റെ സ്റ്റെപ്സിൻ്റെ മുകളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല. അതവിടെ പ്ലീസ് ഡു നോട്ട് സ്റ്റെപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ പറഞ്ഞല്ലോ ഈ 3 സ്റ്റോൺസിൻ്റെ 2 ഭാഗങ്ങളിലും നമുക്കിതേപോലെ
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത ധീര സൈനികരുടെ പേരുകൾ വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ അവർ പങ്കെടുത്ത ഓരോ യുദ്ധത്തിൻ്റെ ഓരോ ഓപ്പറേഷൻ്റെ പേര്, ഇപ്പോൾ നമ്മൾ ഓരോ ഓപ്പറേഷൻസിന് ഓരോ പേരിട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂർന്ന് പേരിട്ട മാതിരി ഓരോ 1971 വാറിലും 1947 ഇൻഡോ ചൈന വാറിലൊക്കെ ഓരോ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പറേഷൻ്റെ പേരും അവർ പ്രതിനിധാനം ചെയ്തിരുന്ന ആ സമയത്ത് അവർ പ്രതിനിധാനം ചെയ്തിരുന്ന റെജിമെൻറ്റിൻ്റെ പേരും എഴുതിയിട്ട് അതിൻ്റെ താഴെ അവരുടെ റാങ്ക് ഉൾപ്പെടെ പേര് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ 5 വാളിലും പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. 6ാമത്തെ ഫേസിൽ ഒരു മ്യൂറലാണ്. അപ്പോൾ ആ മ്യൂറലിനും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ജാലേനയാണ് ആ മ്യൂറൽ സിംബോളൈസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ മോണുമെൻറ്റിനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യയുടെ 3 ആംഡ് ഫോഴ്സസിൻ്റെയും ഫ്ലാഗ് വെച്ചിരിക്കുന്ന കാണാം. അതിൻ്റെ മുമ്പിലായിട്ട് ഒരു വാട്ടർ ബോഡി ഉണ്ട്. പിന്നെ അതിൽ വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതൊന്നും ഫങ്ഷണലായിരുന്നില്ല. അത് ഇവിടെയും ഒരു വലിയ വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോണുമെൻറ്റിലത്തെ മ്യൂറൽ സിംബിളൈസ് ചെയ്യുന്നത് നാഷണൽ ഫ്രീഡത്തിനെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മോണുമെൻറ്റിൽ നമുക്ക് 2 കൈകൾ കാണാം. അപ്പോൾ ആ കൈകൾ ഈ നാഷണൽ ഫ്രീഡത്തിനെ അണയാതെ, അതിൻ്റെ ജ്വാല അണയാതെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് അതിൽ ചെയ്യുന്നത്. അതിനു ചുറ്റുമുള്ള മാലകളും മെഡലുകളും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളോടുള്ള ഒരു രാജ്യത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ സുമിത് വിത്ത് 15 എഞ്ചിനീയേഴ്സ്. ഇവിടെ മുഴുവൻ ദേവദാരു വൃക്ഷങ്ങളും പിന്നെ കുറച്ച് പൈൻ വൃക്ഷങ്ങളുമാണുള്ളത്. നമ്മൾ ആ മോണുമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഷിപ്പിൻ്റെ മോഡലുണ്ട്. അത് 1987 അന്നത്തെ നേവി ചീഫായിരുന്ന അഡ്മിറൽ RH തെഹ്ലിയാനി വാർ മെമ്മോറിയലിന് വേണ്ടി സംഭാവന ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ മോഡൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്, അത് ഒരു ടാങ്ക് ഉണ്ട്. അതായത് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഈ വാർ മെമ്മോറിയലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള വാർ മെമ്മോറിയലിൻ്റെ വ്യൂ. ഇവിടെ ഒരു സിംഹമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറെയും കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹനി അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിക്കോ ഹനി, ആനിമൽസ് ഇവിടെയാണ്. ഇവിടെ ജിറാഫ്, ലയൺ, പാണ്ടാസ്, അത് ജിറാഫ്, ഡീർ, പാണ്ടാസ്, കാംഗ്രൂ. ഇത്രേ ഉള്ളൂ ഹനി. അതിന് നോ ഹനി ഗെറ്റ് അപ്പ്. പൗച്ചിന്നതാ കുഞ്ഞു കാംഗ്രൂ എത്തി നോക്കുന്നു, കണ്ടോ? ഇവിടെ നമ്മൾ മെയിൻ മോണുമെൻറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വികാസ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. കാര്യമായിട്ട് അത്ര സാധനങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചിൽഡ്രൻസ് പാർക്കുള്ളത്. ലേറ്റ് കമ്പനി ലീഡർ Mahatma 7 Vikas of Special Frontier Force who made supreme sacrifice during the Indo-China border conflict on 30th August 2020. He and his team have been patrolling the areas along the line of actual control. He was from Ladakh, Sonamling Tibetan settlement and is survived by his wife and 3 children. He was enrolled in SFF on 2nd April 1987 and served 32 years at Vikas Force under various capacities from 1988 to 2020. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വികാസ് ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ള പേര്. അങ്ങനെ വലിയ പാർക്കല്ല, കുഞ്ഞു പാർക്ക്. ഒരു സ്ലൈഡ് ഉണ്ട്, മങ്കി ജമ്പ് ചെയ്യാനുണ്ട്, പിന്നെ ഒരു കുഞ്ഞ് ഊഞ്ഞാൽ പോലത്തെ ഉണ്ട്. പിന്നെ ഇവിടെ പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ലോണം. കുട്ടികളുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്.
മിക്കി മൗസ്, മിനി മൗസ്, ടോം ആൻഡ് ജെറി, അങ്ങനെ. പിന്നെ 2 ഊഞ്ഞാലുണ്ട്, ഹനി കയറി കളിക്കുന്ന സാധനമുണ്ട്, സീസോ ഉണ്ട്, മെറി ഗോ റൗണ്ട് ഉണ്ട്. അങ്ങനത്തെ ഒരു കുഞ്ഞു പാർക്ക്, ഇത്രേ ഉള്ളൂ. ഹനി സൂക്ഷിച്ചേ. യെസ്, എന്നെ കാണാണ്ടേ ടെൻഷനായോ? ഓക്കെ, ഇപ്പം ധൈര്യമില്ലേ? എന്നാ ഇറങ്ങിക്കോ, സൂക്ഷിച്ച്. ചലോ ഹനി, ഇനിയൊന്നും കളിക്കാനില്ല. ഡസ്റ്റ്ബിൻ കണ്ടുവാ, ബേർഡിൻ്റെ പോലത്തെ ഡസ്റ്റ്ബിൻ. ഇനി എവിടെയാണ്? സ്ലൈഡല്ലേ, ബസ് പോവാത്ത നല്ലതാണ് പയ്യണ്ണ. പോയിക്കും. ആ വേണ്ടത് തണുപ്പാ. വാ. ഞങ്ങളങ്ങനെ ഹനി പാർക്കിലൊക്കെ കളിച്ച് കഴിഞ്ഞ് സ്റ്റെപ്സൊക്കെ കയറി മുകളിലെത്തി. ഇപ്പോൾ ഏകദേശം 6 മണിയായി. അപ്പോൾ അവർ അടയ്ക്കാറായി എന്ന് പറഞ്ഞിട്ട് വിസിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളപ്പോഴത്തേക്കും പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ നേവി ചീഫ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഷിപ്പിൻ്റെ മോഡലിനെ പറ്റി. അതേപോലെ ആ സമയം 1989 ആ സമയത്തെ ആർമി ചീഫ് വാർ മെമ്മോറിയലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ടാങ്കാണിത്. ഈ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് വാർ മെമ്മോറിയലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത സൂപ്പർസോണിക് ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിലത്തെ ഒരേയൊരു പരംവീർ ചക്ര ജേതാവായ ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് നിർമ്മൽജിത്ത് ഷെയ്ഖോൺ ഫ്ലൈ ചെയ്തിരുന്ന എയർക്രാഫ്റ്റാണിത്. ഈ എയർക്രാഫ്റ്റ് അദ്ദേഹം യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ഇത് വെച്ചിട്ട് ശത്രുവിനെ തുരത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സെയിം എയർക്രാഫ്റ്റിൽ വെച്ച് ശത്രുവിനെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഞങ്ങൾ വാർ മെമ്മോറിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പോവാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ വാർ മെമ്മോറിയൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ രാജ്യ സേവനത്തിനിടയിൽ വീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികൾ ഓർമ്മിക്കാനും ഒക്കെ പറ്റിയ ഒരു ആംബിയൻസും ഒക്കെയാണ് അവിടെ വാർ മെമ്മോറിയലിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഹോട്ടൽ റൂമിലേക്ക് പോവാം. പീക്ക് കയറ്റാണ്. എനിക്ക് തോന്നുന്നു ഇത് ഈ ധർമ്മശാലയിലത്തെ മാർക്കറ്റാണ്. കണ്ട ബാഗ്, ഡ്രസ്സ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, റെസ്റ്റോറൻറ്റ്സ്, റൈഡേഴ്സ് ഉണ്ട്. ആക്സിലേറ്ററും മാത്രം ചവിട്ടിട്ട് ഓടിക്കണം. ബ്രേക്ക് ചവിട്ടിട്ട് ആക്സിലേറ്റർ എടുക്കുമ്പോഴത്തേക്ക് വണ്ടി ബാക്കോട്ട് പോകും. ഞാനാണെങ്കിൽ എപ്പോൾ പോയി ചോദിച്ചത് ഇത് ഏതോ വണ്ടീൻ്റെ ടയർ എന്തോ അറിയുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്. നമ്മളതല്ല, റാഡിസൺ ബ്ലൂ 3.6 കിലോമീറ്റേഴ്സ്. ഓ കണ്ട, നീ പറഞ്ഞ ശരി കേട്ടാ. ആ യൂണിറ്റ് ഓഫ് HPCA ആണ് റാഡിസൺ ബ്ലൂ. നമുക്ക് നേരെ അങ്ങോട്ട് പോയായിരുന്നു. ഐഫോൺ ഓത്തറൈസ്ഡ് സ്റ്റോർ. വണ്ടി കടത്തി വിടാൻ വേണ്ടിയിട്ട് വെൽക്കം ടു ധർമ്മശാല ടാക്സി ഓപ്പറേറ്റേഴ്സ് യൂണിയൻ. അവിടെ ലെഫ്റ്റ് സൈഡിൽ. പിന്നെയും ട്രാഫിക്കാണ്. ഹൈവേയിൽ കയറിയാലും 240 റൈറ്റ് എടുത്താലും കണ്ട അമ്മനുണ്ട്. ശരി പഞ്ചാബ് ഇവിടെ ഉണ്ട്. ലോ കോസ്റ്റ് ഹൈ ക്വാളിറ്റി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഹോട്ടൽ പൈൻ വാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വാർ മെമ്മോറിയലിൽ 3.8 കിലോമീറ്റർ മാത്രമാണ് അവിടത്തേക്കുള്ള ദൂരം. അപ്പോൾ ആ മോളിൽ കാണുന്നത് കണ്ടില്ലേ, അത് ധരംശാല സ്കൈവേസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ടാറ്റ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റോപ്പ് വേ സർവീസ് ഉണ്ട്. ധരംശാല മുതൽ മക്ലോഡ്ഗഞ്ച്, അതായത് ദലൈലാമയുടെ അമ്പലം വരെ ഒരു റോപ്പ് വേ സർവീസ് ഉണ്ട്. ആ റോപ്പ് വേ പോണതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഹോട്ടൽ റൂമിലേക്ക് പോകണം. അപ്പോൾ ആ 3.8 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്തെടുത്തു. ഇത്
അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത്രയായിരുന്നു ട്രാഫിക്. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് നല്ല വലിയ കയറ്റമാണേ. അപ്പോൾ പിന്നെ എന്തായാലും വണ്ടി ഓടി എത്താൻ സമയം എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ധർമ്മശാലയൊക്കെ പോകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ട് വൈകിട്ടൊരു 5 മണിക്ക് മുമ്പേയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രാഫിക്കൊക്കെ കുറഞ്ഞ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഇതിപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. എന്തായാലും ഞങ്ങൾ ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ നേരത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് റഷായിരുന്നു. അപ്പോൾ അങ്ങനെ റഷുള്ള സമയത്ത് ഒന്ന് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇവിടെയൊക്കെ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് റൂം ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അവരുടെ റിസപ്ഷനും റെസ്റ്റോറൻ്റൊക്കെയാണ്. അപ്പോൾ ഇതാണ് റൂം. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു കബോർഡ് ഉണ്ട്. കബോർഡിൽ ഒരു എക്സ്ട്രാ രജായും ബ്ലാങ്കറ്റും ഉണ്ട്. നല്ല തണുപ്പല്ലേ, അപ്പോൾ പിന്നെ അഥവാ യൂസ് ആയാലോ എന്ന് വെച്ചാൽ. പക്ഷേ ഞങ്ങൾക്ക് ആ എക്സ്ട്രാ ബ്ലാങ്കറ്റ് യൂസ് ആവുകയും ചെയ്തു കേട്ടോ. നമുക്ക് അമ്പാലേനേക്കാളും നല്ല തണുപ്പായിരുന്നു അവിടെ. പിന്നെ ആസ് യൂഷ്വൽ ഒരു ട്രിപ്പിൾ കോട്ട് ബെഡ് ഉണ്ട്, 2 ചെയർ, ടീപ്പോയ്, ഡ്രസ്സിങ് ടേബിൾ, പിന്നെന്താ ടിവിയുടെ താഴെ കബോർഡ്. നോർമൽ റൂമാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് 1400 രൂപയാണ് ഇതിന് റെൻ്റായി വന്നത്. അപ്പോൾ അത് കൂടുതലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങൾ സംസാരിച്ച് കുറക്കുക ചെയ്തത്. പിന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂം വിത്ത് ഗീസർ ആൻഡ് ടോയ്ലറ്ററീസ്. ഇത്രയാണ് റൂം. ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്രഷപ്പ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും നോക്കി പോയില്ല, കാരണം നല്ല തണുപ്പായി. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്കും 8 മണിയൊക്കെ കഴിഞ്ഞു. ബട്ടർ ചിക്കൻ സാലഡ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ വന്നു. ഹനിയും അച്ഛനും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഇനി നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ധരംശാലയിലത്തെ 2-3 പോയിൻറ്റ്സ് കണ്ടിട്ട് പിന്നെ നേരെ മക്ലോഡ്ഗഞ്ചിൽ ദലൈലാമ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് വെഹിക്കിളിൽ നമ്മൾ പോകുന്നതിനേക്കാളും എളുപ്പം ഇവിടുത്തെ ടാക്സിയിൽ പോകുന്നതായിരിക്കും. കാരണം റോഡൊക്കെ വീതി കുറവാണ്. അപ്പോൾ നമുക്ക് നല്ല പീക്കുമാണ്. അപ്പോൾ ഓടിച്ച് ശീലമില്ലാത്ത ടെറൈനല്ലേ. അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് നേരത്തെ ഞങ്ങളുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത കാരണം ഞങ്ങൾ ഓൾറെഡി ഇവിടുത്തെ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാവിലെ 9 മണിക്ക് വരാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ 9 മണിക്ക് കഴിയുമ്പോഴേ എല്ലാം ഓപ്പണായി വരുള്ളൂ. നല്ല തണുപ്പല്ലേ. അപ്പോൾ അത് കാരണം ഇനി നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി നമുക്ക് ടാക്സിയിൽ കയറി ധരംശാലയിലത്തെ മറ്റ് കാഴ്ചകൾ കാണാൻ പോവാം. തണുക്കുന്ന ഹനിത 2 ബ്ലാങ്കറ്റൊക്കെ പൊച്ചാണ് കിടന്നുറങ്ങുന്നത്. തണുപ്പിൻ്റെ സന്തോഷമാണ് ഹനി. എത്ര ടെമ്പറേച്ചർ? 3 ഡിഗ്രി അല്ലേ? Good night. Good night.